ലെബനനിലും സിറിയയിലും ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടന പരമ്പരയിൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് സംഭവിച്ചത് കനത്ത നാശനഷ്ടം. ആക്രമണത്തിൽ കൂടുതൽ പേർക്കും നഷ്ടമായത് കണ്ണുകൾ. ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചവരിൽ ഭൂരിഭാഗം പേരും 20 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാർ. എൻ്റെ കരിയറിൽ ചെയ്ത മുഴുവൻ കണ്ണോപ്പറേഷനേക്കാൾ കൂടുതൽ കണ്ണുകൾ ഒറ്റ രാത്രി കൊണ്ട് വേർതിരിച്ചെടുക്കേണ്ടി വന്നതായി ലെബനീസ് ഒഫ്താൽമോളജിസ്റ്റ് പ്രൊഫസർ ഏലിയാസ് വാരക് പറഞ്ഞു. ഇരകളുടെ കാഴ്ച വീണ്ടെടുക്കാൻ ഒരു കണ്ണെങ്കിലും രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. വെടിമരുന്നുകൾ കണ്ണുകളിലേക്ക് നേരിട്ട് പോയതിനാൽ എനിക്ക് 2 കണ്ണുകളും നീക്കം ചെയ്യേണ്ടി വന്നുവെന്ന് ഡോക്ടർ വാരക് വ്യക്തമാക്കി. ആക്രമണത്തിൽ ഇതുവരെ 10 പേർ കൊല്ലപ്പെടുകയും 3000-ഓളം പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഹിസ്ബുള്ള ആരോപിച്ചിട്ടുണ്ടെങ്കിലും അത്യധികം സങ്കീർണമെന്ന് തോന്നിക്കുന്ന ആക്രമണം എങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലിൻ്റെ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനാണ് മൊബൈലിന് പകരമുള്ള ആശയവിനിമയ മാർഗമായി ഹിസ്ബുള്ള പേജറിനെ ആശ്രയിക്കുന്നത്. അക്കങ്ങളും അക്ഷരങ്ങളുമുള്ള മെസ്സേജുകൾ പ്രദർശിപ്പിക്കുകയും ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ. 1996-ൽ ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന യഹ്യ അയ്യാഷിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിച്ചത്. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചായിരുന്നു യഹ്യ അയ്യാഷിന്റെ മരണം. ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 3:45ഓടെയാണ് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും സ്ഫോടന പരമ്പര അരങ്ങേറിയത്.